ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു സ്നാക്കായിട്ടാണ് വന്നേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 400 ഗ്രാം ഈത്തപ്പഴം ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇത് കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുക. കുരുവൊന്നുമില്ലേ, എല്ലാ കുരുവും കഴുകി വൃത്തിയാക്കി വെച്ചേക്കേ. പിന്നെ അതുപോലെ 150 ഗ്രാം കിസ്മിസ്, ഇത് സീഡ്ലെസ്സേ, അതും കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ 200 ഗ്രാം വെളുത്ത എള്ള്. ഇപ്പം എൻ്റെ കയ്യിൽ വെളുത്ത എള്ളേ ഉള്ളൂ. കറുത്തുള്ളായാലും കുഴപ്പമില്ലേ, കറുത്തുള്ളായാലും ഉപയോഗിക്കാം. വെളുത്ത എള്ള് എൻ്റെ കയ്യിൽ ഉണ്ടായാലും ഞാൻ അതെടുത്തു. 200 ഗ്രാം കപ്പലണ്ടി. ഈ കപ്പലണ്ടി വറുത്ത കപ്പലണ്ടി തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഒന്നുകൂടെ വറുക്കണം. ഇത് തൊലിയോട് കൂടിയായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ എൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ ഇളകി കിടക്കുന്നത് കൊണ്ടാണ് ഞാനൊന്ന് കളഞ്ഞത്. ഭയങ്കരമായിട്ട് വൃത്തികേടായിരുന്നു, തൊലിയെല്ലാം കൂടെ പറന്നു. അപ്പോൾ അതും കളഞ്ഞു. തൊലി കളഞ്ഞിട്ടെടുത്ത് വെച്ചേക്കാം. തൊലി കളയണമെന്നില്ല, തൊലി നല്ലതാണ്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ, ചെറിയൊരു അരമുറി തേങ്ങ. ആ തേങ്ങ മൂത്ത തേങ്ങ ആയിരിക്കണം, മൂക്കാത്ത തേങ്ങ വരുന്നത്. പിന്നെ 100 ഗ്രാം ഫ്ലാക്സ് സീഡേ. അപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിടാം. കാര്യം മത്തങ്ങയുടെ കുരുവില്ലേ, അത് പംകിൻ സീഡ് അതിടാം. പിന്നെ സൺഫ്ലവർ സീഡ് ഇടാം, അണ്ടിപ്പരിപ്പ് ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. എന്ന് ഈ സീഡ് വർഗത്തിൽപ്പെട്ടെ. പിന്നെ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് തുടങ്ങാം. ഞാൻ അടുപ്പ് കത്തിക്കേ, ഗ്യാസ് ഓണാക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ടേ. ഇപ്പം ആദ്യം ഞാൻ അതിനകത്ത് ഇത് വറുത്തെടുക്കാം. എള്ള് ഭയങ്കരമായിട്ട് മൂക്കൊന്നും ചെയ്യേണ്ട, ചെറുതായിട്ടൊക്കെ ഒന്നെല്ലാം വറുത്തെടുത്താൽ മതിയേ. ഇപ്പം കറുത്തുള്ളായാലും കുഴപ്പമില്ല. ഈ കറുത്തെള്ളും വെളുത്തെള്ളും 1 കിലോ എള്ളിന് 270 രൂപയാവില്ല. ഈ വെളുത്തെള്ളിനെ, കറുത്തെള്ളിന് 260 രൂപ, അത്രേ വ്യത്യാസമുള്ളൂ. എൻ്റെ കറുത്തെള്ളില്ലേ. നമ്മുടെ എള്ളൊക്കെ റെഡിയായി വരുന്നേ. 2 മിനിറ്റ് പോലും ഇടണ്ട, 2 മിനിറ്റ് ഒന്നും ഇട്ടില്ല മതിയേ. അത്രയും മൂത്താൽ മതി. ഇത് ഇങ്ങോട്ടൊരു തട്ടി വെക്കാം. നമ്മുടെ എള്ള് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഈ കപ്പലണ്ടി ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി വറുത്ത കപ്പലണ്ടി തന്നെയാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. കപ്പലണ്ടിയൊക്കെ എന്ത് നല്ലതാ, ഏറ്റവും നല്ലത്. പക്ഷെ എനിക്ക് തൊലി കളയരുതെന്നാണ് പറയുന്നത്. ഇത് തൊലി മൊത്തം അത്രയ്ക്ക് അങ്ങ് ചീത്തയായിട്ട് തൊലി മൊത്തം ഇളകി കിടക്കുന്നു, അതാണ് ഞാൻ കളഞ്ഞത്. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കട്ടെ. വറുക്കണ്ട, വറുത്തുള്ളതുകൊണ്ട് ഒന്ന് ചൂടായിട്ടിടും. നമ്മൾ ആ കപ്പലണ്ടിയും റെഡിയായേ, അതും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആറട്ടെ, ഇതൊക്കെ ഒന്ന് ആറട്ടെ. ഇനി അടുത്തത് ഒക്കെ ഒന്ന് തണുക്കട്ടെ. അത് ഇനി ഫ്ലാക്സ് സീഡില്ലേ, അതെടുത്ത് വറുക്കുക. ഇത് വറുക്കുമ്പോൾ സൂക്ഷിക്കണം. കാര്യം ഈ ഫ്ലാക്സ് സീഡ് ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. ഇത് മാത്രം പൊടിച്ച്, അല്ലെങ്കിലേ കൊഴുകൊഴുപ്പ് വരും, വെള്ളം നനവ് വന്നു കഴിഞ്ഞാൽ. ഇതിന് വേണ്ടി ഒരു അടപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തെറിക്കും, ഇവിടെ മൊത്തം തെറിക്കും. ഈ ഫ്ലാക്സ് സീഡിനൊന്നും വലിയ വിലയൊന്നുമില്ല. ഇതൊന്ന് റെഡിയായിട്ട് വരുമ്പോൾ പെറുപുറാന്നങ്ങ് തെറിച്ച് ഇവിടെ മൊത്തം ചട്ടിയിലൊന്നും കാണത്തില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. എപ്പോഴും ആ ഒരു അടപ്പ് വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. പൊട്ടി തുടങ്ങി. അതെല്ലാം തെളിച്ച് വെക്കും.
ഇത് ഞാൻ വറുത്ത് വെച്ചിട്ട് വെറുതെ കഴിക്കാറുണ്ട്, വറുത്ത് വെച്ചിട്ട്. ഇതൊന്ന് കുറച്ച് കൊടുക്കാം. മതിയേ, ഞാൻ ഗ്യാസ് ഓഫാക്കി. ഉണ്ടല്ലേ, എന്താ അടച്ച് വെച്ചിട്ടും അവിടെ കായുണ്ടോ? ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റേ, തണുക്കട്ടെ. ഇനി ഇത് തണുക്കട്ടെ. അടച്ചിട്ട് വറുത്തിട്ട് ഇവിടെ ഒക്കെ വീണ് കണ്ടോ, ഫ്ലാക്സ് സീഡ് അങ്ങനെ തെറിക്കും. ഇനി ഇതിനകത്ത് ഈ തേങ്ങയില്ലേ, തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ ആ വെള്ളമയം ഒന്ന് പോകണേ. നമ്മുടെ തേങ്ങയുടെ വെള്ളമയം എല്ലാം മാറിയേ, ഇത്രയും മതി. നല്ല മൂപ്പിച്ചൊന്നും എടുക്കണ്ട, ആ വെള്ളമയം ഒന്ന് മാറിക്കിട്ടണം. കാര്യം കുറച്ച് ദിവസം വെളിയിൽ ഇരിക്കാൻ പറ്റുന്നതാണ്, കുറച്ച് ദിവസമല്ല. ഇതെല്ലാം അതുകൊണ്ടാണ് ഈ ഈത്തപ്പഴമൊക്കെ ഡേറ്റ്സൊക്കെ കഴിയുക വെച്ചേക്കുന്നത്. അതൊക്കെ ഒന്ന് ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. മൂപ്പിച്ചെന്ന് വെച്ചാൽ വെള്ളമയം പോകുന്നവരെ. ഇനി തീ കുറയ്ക്കാം. ഇത് ഈ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കേ. തേങ്ങയുടെ പൊടി അങ്ങ് മാറ്റേ. എന്തായാലും ഇവിടെ ഇതെല്ലാം വീണ് കിടക്കുക, പൊട്ടി. നമ്മൾ ഫ്ലാക്സ് സീഡെല്ലാം വീണ് കിടക്കുക. അതിൻ്റെ കൂടെ ഇതുകൊണ്ട് കിടക്കട്ടെ, എന്തായാലും ക്ലീൻ ചെയ്യട്ടെ. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചേ. അതിനകത്ത് ഈ നെയ്യൊന്ന് ചൂടാകട്ടെ. മുന്തിരിങ്ങയില്ലേ, ഈ കിസ്മിസ്, അത് അതിനകത്തോട്ടിട്ട് കൊടുക്കാം. അതിന് വെള്ളമയം ഉണ്ട് ഇതിനകത്ത്, ചെറിയ കഴുകി വെച്ചിരുന്നാലും ആ വെള്ളം കിസ്മസൊക്കെ കഴുകി ഉപയോഗിക്കാവുള്ളേ, ഈത്തപ്പഴം എല്ലാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മളെ ക്രിസ്മസും റെഡിയായേ. പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് ഈ ഈത്തപ്പഴമില്ലേ, ഒരു ശകലം 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 2 മൊത്തം 4 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചതേ. ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെള്ളമയം ഒന്ന് മാറട്ടെ. വെള്ളമയം മാറാൻ വേണ്ടി മാത്രമേ തീ ഒന്നിട്ട് കൊടുക്കാം. പിള്ളേർക്ക് മാത്രമല്ലേ, വലിയവർക്കും പ്രായമുള്ളവർക്കും ഒക്കെ നല്ലതാണ് ഇത്. നമ്മൾ നെയ്യൊന്നും അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ. അതെ, നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ വെള്ളം എല്ലാം നല്ല 1-2 മിനിറ്റ് ഇട്ടാൽ മതി, ആ വെള്ളം എല്ലാം അങ്ങ് പൊക്കോളും. കണ്ടില്ലേ? ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കേ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിക്കാം. ആദ്യം ഈ ഫ്ലാക്സ് സീഡ് ഒന്ന് പൊടിക്കാം.
ഒന്ന് ഭസ്മം പോലൊന്നും ആക്കരുതേ, പൗഡർ പോലൊന്നും ആക്കരുത്. ഒന്ന് ചതച്ച് ഞാൻ കാണിക്കേ. കണ്ടില്ലേ, ചിയാ സീഡ് അല്ല സോറി, ഫ്ലാക്സ് സീഡ് പൊടിച്ചതേ. ഇങ്ങനെ പൊടിഞ്ഞാൽ മതി. നല്ല മണമുണ്ട് ഇതിന് കേട്ടോ, പൊടിച്ചെടുത്തപ്പം നല്ല മണം. ഇതെല്ലാം ഇങ്ങോട്ടിടാം. ഇനി ഇത് പിടിക്കട്ടെ. ഇനി അടുത്തത് നമ്മൾ എള്ളില്ലേ, എള്ള് വറുത്ത് വെച്ചത് അതെടുക്കാം. ഈ എള്ളിൻ്റെ കൂടെ ഈ തേങ്ങയില്ലേ, ഈ തേങ്ങയും കൂടെ അങ്ങോട്ടിടാം. ഇനി ഇതും ഒന്ന് ചതച്ചു കൊണ്ടുവരാം. നമ്മുടെ ഈ എള്ളും തേങ്ങയും കൂടെ പിടിച്ചില്ലേ, അതും ഇതിനകത്തിട്ടേ. ഒന്ന് രണ്ടൊന്ന് കറക്കാൻ മതി. തോനെ കറക്കിയാൽ എണ്ണ ഇനി വെളി വരും. ഈ എള്ളിൻ്റെയും തേങ്ങയല്ലേ, അത് തരരുത്. നല്ല ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന കപ്പലിൻ്റെ ഇല്ലേ, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 5 ഏലക്ക, ഇത് വേണമെന്നില്ല, ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഏലക്ക ചതച്ചത് ഞാൻ വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ തരി ഇതൊന്ന് പൊടിച്ചെടുത്തോണ്ട് നമുക്ക് ഈ കപ്പലിൻ്റെ പൊടിച്ചില്ല ഏലക്കയായിട്ട് അതും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒന്നും വന്ന് പൗഡർ പോലെ ആവല്ലേ, എല്ലാം തരിപ്പായിട്ട്. ഇനി പിടിക്കട്ടെ. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന ക്രിസ്മസ് ഇല്ലേ, അതിനകത്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ഈത്തപ്പഴമില്ലേ, ഡേറ്റ്സ്, അത് ഇട്ട് കൊടുക്കാം. ഇത് അരക്കല്ലേ, ചെറുതായിട്ടൊന്ന് ചതച്ചൊന്നെടുക്കുക. നമ്മുടെ ഈ ഡേറ്റ്സ് അരച്ചതില്ലേ, അതും കിസ്മിസ് ഇല്ലേ, അതും ചതച്ചതും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് ഒടിയാതെ സൂക്ഷിക്കണം. ഒറ്റ അടിക്കിട്ടൊന്നും ചതക്കല്ലേ, ഒന്ന് എന്നൊക്കെ ആക്കി എടുത്താൽ മതി. ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കൈ ഒക്കെ ഒന്ന് കഴുകി തുടച്ച്, വെള്ളമയം ഒട്ടും പാടില്ല, ഒട്ടും വെള്ളമയതിനകത്ത് പാടില്ല. കൈയൊക്കെ കഴുകി ഉണക്കിയൊക്കെ കൊണ്ടുവരട്ടെ. നമുക്കിതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നത്, കൈയൊക്കെ നല്ല കഴുകി തുടച്ച്, വെള്ളമയം കാണുകയേ ചെയ്യുന്നേ. ഇതെല്ലാം കൂടി ഒന്നുമില്ല കുഴച്ചെടുക്കാം. ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കേ, ഒരു നുള്ളു, ഒരു ഇമ്മിണി ആണ്ടേ, ഒരു നുള്ളു. ഓക്കെ, ഇതിനകത്ത് ശർക്കരയില്ല, പഞ്ചസാരയില്ല, ഒന്നുമില്ല, വെറും ഈത്തപ്പഴവും ആ കിസ്മിസും മാത്രമേ ഉള്ളേ. നല്ല മിക്സ് ചെയ്യാം. എല്ലാം കൂടെ പൊടിച്ച് ഇതുപോലെ ഒരു വലിയൊരു താലത്തിലിട്ട്, വലിയ ഇതുപോലത്തെ ഒരു പാത്രം, ഇതിനേക്കാൾ ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല. അത് നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച്, അതിലെല്ലാം പുറത്ത് പോകും. എന്ത് ഹെൽത്തി സാധനമാണെന്നറിയാവോ, ഈ മധുരമൊന്നും കഴിക്കാത്തവർക്കൊക്കെ പറ്റിയൊരു സാധനമാണ്. എല്ലാം നല്ല മിക്സ് ചെയ്തിട്ടുണ്ടേ. ഈ നമ്മൾ ഇത് പോകരുതേ, അരഞ്ഞൊന്നും പോകരുത്. നോക്കെ ഇതിനകത്ത് ഈത്തപ്പഴമൊക്കെ കിടപ്പുണ്ട്, ചതഞ്ഞ് ഇങ്ങനെ.
ഈ ഈത്തപ്പഴവും കിസ്മസും കൂടിയിട്ട് അരയ്ക്കുന്നത് കുറേശ്ശെ ഇട്ട് വേണമെങ്കിലും ചതച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മിക്സിയുടെ പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ കൃമാക്കി ഒരു 3-4 പ്രാവശ്യം ചെയ്താൽ മതി. പക്ഷെ ഒരുമിച്ചിടണ്ട, കാര്യം ബ്ലേഡം കാണും ഉടഞ്ഞു പോയാലേ. ഇത്ര ഹെൽത്തിയായിട്ടുള്ളൊരു സാധനം എന്താ. ഓക്കെ, ഇന്ന് നമുക്ക് കയ്യിലൊരു ഇച്ചിരി നെയ്യ് പോരട്ടെ. കയ്യിലൊരു ശകലം നെയ്യ് തേച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാം. എന്ത് സീഡ് ചേർത്താലും ഒന്ന് പൊടിക്കണേ, അല്ല അതേപോലെ കൊണ്ടങ്ങിടരുത്. പൊടിച്ചേ ചേർക്കാവുള്ളൂ. ഈ ഫ്ലാക്സ് സീഡൊക്കെ അല്ലാതെ വെള്ളത്തിലൊക്കെ ഇട്ടിരുന്ന ഒരു കുഴമ്പ് പരുവത്തിലൊക്കെ ആവേ. ഞാൻ മിക്കവാറും ഫ്ലാക്സ് സീഡൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത് വെച്ചിട്ട് കഴിക്കും. പിന്നെ വറുക്കുന്ന അറിയാമല്ലോ, പൊട്ടിത്തെറിക്കും, ഇവിടെ എല്ലാം ആവും, പെര മൊത്തവും. ഇതുപോലൊന്ന് ഇപ്പോൾ കവർ ചെയ്ത് വെച്ചിട്ടേ വറുക്കാറുള്ളൂ. ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്ന ഇതേ ഉള്ളൂ, അല്ലാതെ വലിയ പണിയുള്ള പരിപാടിയൊന്നും അല്ലത്. അതെയോ എണ്ണയോ നെയ്യോ ഒന്നും വേണ്ട. അങ്ങനെ കുറേ ഉണ്ടാക്കാം. നോക്കിയേ എന്താ ഇരിക്കുന്നേന്ന് നോക്കിയേ. നമ്മുടെ ലാസ്റ്റല്ല ഒന്ന് കൊണ്ടിന് അതുകൊണ്ട് എടുക്കാം. ലാസ്റ്റ് ചെറിയ ഉണ്ടായിപ്പോയേ. ഒരു കുട്ടിയുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് ഫ്ലാക്സ് സീഡ് വേണമെന്നില്ല, പിന്നെ എള്ളും തേങ്ങയും വേണമെന്നില്ല. ഈ അണ്ടിപ്പരിപ്പ് കപ്പലിൻ്റെയും ഈത്തപ്പഴം ഉണ്ടെങ്കിൽ മതി കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇനി എക്സ്ട്രാ നമുക്ക് ചേർക്കാം. വാൾനട്ട് ചേർക്കാം, എന്തുവാ അണ്ടിപ്പരിപ്പ് ചേർക്കാം, മത്തൻ്റെ കുരുവില്ലേ അതൊക്കെ ചേർക്കാം, സൺഫ്ലവർ സീഡ് ചേർക്കാം. പൊടികൾ ഇനി ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന് കൈയൊക്കെ കഴുകി ഒന്ന് ഒതുക്കട്ടെ. കണ്ടില്ലേ നമ്മളെ സ്വാദിഷ്ടമായ അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും പ്രായമുള്ളവർക്കായാലും ആർക്കും, ഒരു മധുരം കഴിക്കാത്തവർക്കായാലും ഹെൽത്തി ആയിട്ടുള്ളൊരു കണ്ടില്ലേ അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, എണ്ണയൊന്നും വേണ്ട. ഇത് ഈത്തപ്പഴത്തിൻ്റെ ആട്ടാ കളഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ നമ്മുടെ പോഷക സമൃദ്ധമായ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.